ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും വീഡിയോ ഞാൻ പ്ലാൻ ചെയ്ത രീതിയിലൊന്നുമല്ല വന്നത്. ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ വരും. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉള്ള വീഡിയോസ് കയറ്റാം. ഒരു 3 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് എത്തിയതേ ഉള്ളൂ. അപ്പം സ്റ്റേറ്റിൻ്റെ 10ൻ്റെ വന്ന റിസൾട്ടാണ് ICSE വന്നു. ഇതിന് മുമ്പ് തന്നെ നമ്മുടെ CBSE പിള്ളേർക്കെല്ലാം റിസൾട്ട് വന്നത് മെയ് 20 ശേഷമേ വരുമെന്ന് പറഞ്ഞാലും നമുക്ക് ഇന്ന് മെയ് 13 വന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എനിക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയ മാർക്ക് റിലൈവ് ചെയ്യാൻ പോകുകയാണ്. ഇത് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു ഇൻട്രോ വീഡിയോ എടുത്ത് അതായത് PC-യിൽ കയറി PC-യിൽ മാർക്ക് നോക്കുന്ന രീതി, അത് വെച്ച് മാർക്ക് കാണിച്ചിട്ട് പിന്നെ വീട്ടുകാരുടെ റിയാക്ഷൻ കാണിക്കുന്നതാണ് പ്ലാൻ. പക്ഷേ നമ്മൾ 3 ദിവസം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരിച്ചു തന്നെ വരിക. ഏകദേശം ഒരു ആലപ്പുഴ കഴിഞ്ഞ് വന്ന വഴിക്കാണ് സൈറ്റിൽ കിടക്കുന്ന റിസൾട്ട് വന്നത്. പിന്നെ മൊബൈലിൽ അങ്ങ് നോക്കി, പിന്നെ അതിൻ്റെ ഉള്ള ബഹളമായി. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, അതിനുള്ള ബഹളമായി. ഇപ്പം മൊബൈൽ നോക്കിയപ്പോൾ എനിക്കൊരു ഇതില്ല. മൊബൈൽ ഞാൻ നോക്കിയപ്പോൾ റിസൾട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പെർസെൻറ്റേജിൽ മുകളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരു സബ്ജക്റ്റ് റീവാലുവേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഇന്ന് റിസൾട്ട് വന്നേ ഉള്ളൂ. 4 ദിവസം കഴിഞ്ഞാൽ മറ്റേ റീവാലുവേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ നേരത്തെ ഒരു ലോങ് വീഡിയോ കാര്യം പറഞ്ഞില്ല, അത് ഞാൻ പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. കാരണം കുറേ ലെങ്ത് ഉണ്ട് അതിന്. അപ്പോൾ അതെല്ലാം എൻ്റെ മൊബൈലിൽ എടുത്ത് മൊബൈലിലെ സ്റ്റോറേജ് ഫുൾ ഇപ്പോൾ എല്ലാ സിസ്റ്റത്തിൽ കയറ്റിയിട്ട് വരുന്ന വരിയാണ് ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ മാർക്ക് റിലൈവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് വരും 6 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ 5 മെയിനും 1 ഓപ്ഷണലാണ്. ഈ വർഷവും, അതായത് 2020 ശേഷം ബോർഡ് എക്സാം എഴുതിയിട്ടുള്ളവർക്കെല്ലാം അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ ഔട്ട് ഓഫ് 100 കിട്ടിയത് 87 ആണ്. 87. എൻ്റെ സെക്കൻഡായിരുന്നു ഹിന്ദിയാണ്. ഹിന്ദിക്ക് എനിക്ക് കിട്ടിയത് 85. അതായത് മാത്സ് ഒരിക്കലും ഈ മാർക്ക് എക്സ്പെക്റ്റ് ചെയ്തില്ല. 87 കിട്ടിയിട്ടുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു 70-80 റേഞ്ചിലാണ്. പക്ഷെ അതിക്ക് മേലെ മാർക്ക് കയറിപ്പോയി. അടുത്തത് GS, അതാണ് റീവാലുവേഷൻ കൊടുക്കുന്നത്. അത് ലാസ്റ്റ് പറയാം. അപ്പോൾ SS ഞാൻ 90 പരീക്ഷിച്ചു എന്ന് ചോദിച്ചാൽ 90 പരീക്ഷിച്ചു. കാരണം SS എനിക്ക് ഏകദേശം അറിയാം. കാരണം എനിക്ക് അങ്ങനത്തെ ആ ഒരു ഫീൽഡിൽ എൻ്റെ SS വരുന്ന സബ്ജക്ട്സിലെല്ലാം എനിക്ക് ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ ജോഗ്രഫി, എക്കണോമിക്സിൽ എനിക്ക് മെയിനായിട്ട് ആ ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടെല്ലാം പഠിച്ചു. പക്ഷേ എനിക്കതിൽ 86 ആണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഐടിയുടെ കാര്യം പറയുകയാണെങ്കിൽ IT പഠിക്കാൻ വരും ഒരു ദിവസമാണ് കിട്ടിയത്. ഓപ്ഷണൽ സബ്ജക്റ്റിന് എന്ത് വിലയാണ് CBSE തന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ഇന്ന് മെയ് 13, മാർച്ച് 13 IT എക്സാം. അതായത് കറക്റ്റ് 2 മാസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നത്. അതിന് എനിക്ക് 87 ഉണ്ട്. 87 ഉണ്ട്. അപ്പോൾ ഇതിൽ ബാക്കി ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, സയൻസ്, SS ഇതിൽ 20 മാർക്ക് പ്രാക്ടിക്കലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി തിയറി മാർക്കാണ്. ഞാൻ വീഡിയോയുടെ അവസാനം എൻ്റെ മാർക്കിൻ്റെ അത് വലിയ സൂമായിട്ട് ഇട്ടേക്കാം. അപ്പോൾ ശരിക്കും ഇത് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നുമല്ല വന്നത്. അതാണ് മെയിൻ കാര്യം. ആ ലോങ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഇത് വന്നത്.
ലോങ് വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് എഡിറ്റിംഗ് ചെയ്യണം. ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. അതിൽ മിക്ക വീഡിയോയിലും ഞാൻ ചില വീഡിയോയിൽ ഞാൻ സൗണ്ട് കട്ട് ചെയ്യും. കാരണം കോപ്പിറൈറ്റ് എന്ന ഒരു സംഭവം യൂട്യൂബിലുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇപ്പം മിക്ക വീഡിയോസിലും കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ ചാനൽ അഫക്റ്റ് ചെയ്തിട്ടില്ല. ഇനിയും കോപ്പിറൈറ്റ് ഇട്ടാൽ എൻ്റെ ചാനൽ വരയ്ക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണും. ഞാൻ പ്രീമിയമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ബൈ.